ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ വൈറ്റ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറും ഇറാനുമായുള്ള സംഘർഷവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കായി ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നെതന്യാഹു നാമനിർദ്ദേശം ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം ഉൾപ്പെടെ നിരവധി യുദ്ധസമാനമായ സാഹചര്യമാണ് തന്റെ ഇടപെടലിലൂടെ ഒഴിവായതെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. ഗാസയിൽ US മുന്നോട്ട് വച്ച 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് വൈറ്റ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച നടന്നത്. വൈറ്റ് ഹൌസിലെ അത്താഴ വിരുന്നിൽ ട്രംപിനൊപ്പം നെതന്യാഹുവും പങ്കെടുത്തു. കൂടിക്കാഴ്ചയ്ക്കിടെ ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ട്രംപിന്റെ പരിശ്രമത്തെ നെതന്യാഹു അഭിനന്ദിച്ചു. ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്ത് നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്ത് നെതന്യാഹു ട്രംപിന് കൈമാറി. The letter I sent to the Nobel Prize Committee. It's nominating you for the Peace Prize, which is well deserved, and you should get it. Thank you very much. This I didn't know. ഇതിനിടെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം ഉൾപ്പെടെ നിരവധി യുദ്ധസമാന സാഹചര്യങ്ങൾ തന്റെ ഇടപെടലിലൂടെയാണ് ഒഴിവാക്കിയതെന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. We did a job with India and Pakistan and Serbia, Kosovo, Rwanda and the Congo, and this was all over the list. And we stopped a lot of fights. I think a very big one, frankly, a very, very big one was India and Pakistan. And we stopped that over trade. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിൽ നല്ലത് സംഭവിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഗാസയിലെ പലസ്തീനികളെ ഏറ്റെടുക്കാനായി രാജ്യങ്ങളെ കണ്ടെത്തുമെന്നും പലസ്തീനികൾക്ക് സ്വതന്ത്രമായി ഭാവി ഉണ്ടാകുമെന്നും നെതന്യാഹുവും പറഞ്ഞു. ഗാസയെ തടവറയാക്കില്ല, തുടരേണ്ടവർക്ക് തുടരാം, ഒഴിയേണ്ടവർക്ക് ഗാസ വിട്ടു പോകാമെന്നും നെതന്യാഹു വ്യക്തമാക്കി. പലസ്തീനികളുമായി ഇസ്രയേൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ സുരക്ഷയും ചില സുപ്രധാന അധികാരങ്ങളും ഇസ്രയേൽ നിലനിർത്തും, അല്ലെങ്കിൽ അത് ആത്മഹത്യാപരമാകുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത പലസ്തീൻ അയൽക്കാരുമായി സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇതിനിടെ ആണവ കരാറിൽ ഇറാൻ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായി ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി പുനരാരംഭിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ആക്രമണങ്ങളിൽ USന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ഇസ്രയേലും വ്യക്തമാക്കി. ആണവ ഭീഷണി നേരിടുന്നതിൽ അസാധാരണമായ ടീം വർക്കാണ് ഇസ്രയേലും USും തമ്മിലുണ്ടായതെന്ന് നെതന്യാഹു പറഞ്ഞു. ഒരുമിച്ച് നിന്നതിലൂടെ വൻ വിജയമാണ് നേടിയത്. ഭാവിയിലും ഈ കൂട്ടായ്മ വലിയ വിജയമായി മാറുമെന്ന് ട്രംപ് പ്രതികരിച്ചു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുന്ന ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ USന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതിനായി വിറ്റ്കോഫ് ചൊവ്വാഴ്ച ദോഹയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തലിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേലും ഹമാസും ധാരണയിലെത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചാൽ സിറിയയുമായുള്ള പ്രശ്നപരിഹാരത്തിനും മധ്യസ്ഥത വഹിക്കാമെന്ന് അമേരിക്ക അറിയിച്ചു. ദമാസ്കസിലെ പുതിയ സർക്കാരുമായി സഹകരണത്തിന് തയ്യാറായതിൽ ട്രംപിനെ നെതന്യാഹു അഭിനന്ദിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.